നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ഉംറ കർമ്മം ചെയ്യുന്നവർ 10 ദിവസം മുമ്പെങ്കിലും മെനിഞ്ചൈറ്റിസ് വാക്സിൻ എടുക്കണമെന്ന് സൗദി ആരോഗ്യ മന്ത്രാലയം. തിരക്കേറിയ സ്ഥലങ്ങളിൽ അണുബാധ പടരാനുള്ള സാധ്യത കൂടുമെന്നും ബാഷ്പകണങ്ങളിലൂടെ മെനിഞ്ചൈറ്റിസ് പകരുമെന്നും ആരോഗ്യ മന്ത്രാലയം. വാക്സിൻ 5 വർഷത്തേക്ക് പ്രതിരോധശേഷി നൽകുമെന്നും മന്ത്രാലയം. കുവൈറ്റിൽ വാഹനങ്ങൾ പിടിച്ചെടുക്കുന്നത് ഉൾപ്പെടെയുള്ള കർശന നിയമ നടപടികൾ നടപ്പിലാക്കാൻ ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ്. നീക്കം അപകടകരമായ ഡ്രൈവിംഗ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ട്രാഫിക് കൺട്രോൾ ക്യാമറകളിൽ പിടിക്കപ്പെടുന്ന ഡ്രൈവർമാരെ ആഭ്യന്തര മന്ത്രാലയം വിളിച്ചുവരുത്താൻ തുടങ്ങി. കുവൈറ്റിൽ ദേശീയ ആഘോഷങ്ങൾക്കായുള്ള ഒരുക്കം പുരോഗമിക്കുന്നു. എല്ലാ ഗവർണറേറ്റുകളിലുമായി 23 നിശ്ചിത സുരക്ഷാ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കുമെന്ന് ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെന്റ്. 3 പ്രാഥമിക സുരക്ഷാ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചു. റെസിഡൻഷ്യൽ ഏരിയകളിൽ സമഗ്രമായ സുരക്ഷാ കവറേജ് ഉറപ്പാക്കാൻ അധിക സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിക്കും. ഡെലിവറി മേഖലയിലെ ജീവനക്കാരെയും കമ്പനികളെയും ആദരിക്കുന്ന ദുബായ് ഡെലിവറി എക്സലൻസ് അവാർഡിന്റെ 2ാം പതിപ്പിനുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. ഫെബ്രുവരി 19 മുതൽ മെയ് 31 വരെയാണ് രജിസ്ട്രേഷൻ സമയം. മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനത്തിൽ ഇടപെട്ട് ഹൂതി വിമത പ്രതിനിധിയുമായി ഇറാൻ ചർച്ച നടത്തി. ഇറാന്റെ ചർച്ച ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം. വിശദമായി നോക്കാം. ഉംറ കർമ്മം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ ഉംറയുടെ 10 ദിവസം മുമ്പെങ്കിലും മെനിഞ്ചൈറ്റിസ് വാക്സിൻ എടുക്കണമെന്ന് സൗദി ആരോഗ്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. തിരക്കേറിയ സ്ഥലങ്ങളിൽ മെനിഞ്ചൈറ്റിസ് അടക്കമുള്ള അണുബാധ പടരാനുള്ള സാധ്യത കൂടുമെന്നും ബാഷ്പകണങ്ങളിലൂടെ മെനിഞ്ചൈറ്റിസ് പകരുമെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. മെനിഞ്ചൈറ്റിസ് വാക്സിൻ 5 വർഷത്തേക്ക് പ്രതിരോധശേഷി നൽകും. സിഹദി ആപ്പ് വഴി അഡൾട്ട് വാക്സിനേഷൻ ക്ലിനിക്കൽ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്ത് വാക്സിനേഷൻ എടുക്കാവുന്നതാണ്. കുവൈറ്റിൽ 1,30,000-ഓളം സ്ഥാപനങ്ങൾക്കെതിരെ കടുത്ത നടപടിയെടുക്കുമെന്ന് വാണിജ്യ മന്ത്രാലയം. പലതവണ ആവശ്യപ്പെട്ടിട്ടും നിയമവിരുദ്ധമായി ഉപഭോക്തൃ വിവരങ്ങൾ പരസ്യപ്പെടുത്താതിരിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെയാണ് കനത്ത പിഴയും ലൈസൻസ് മരവിപ്പിക്കുന്നതും ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുക. ഈ സ്ഥാപനങ്ങൾക്കെതിരെ 1000 ദിനാർ മുതൽ 10,000 ദിനാർ വരെ പിഴ ചുമത്താനുള്ള പദ്ധതിയുമുണ്ട്. നിലവിൽ രാജ്യത്ത് ജ്വല്ലറി, ധനവിനിമയം, ഓഹരി വിപണി, റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ നിയമം കർശനമായി നടപ്പാക്കിയിട്ടുണ്ട്. പുതിയ സാഹചര്യത്തിൽ വാണിജ്യ വ്യവസായ മേഖലയിലെ എല്ലാ സ്ഥാപനങ്ങൾക്കും നിയന്ത്രണം വ്യാപിപ്പിക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. സ്ഥാപനങ്ങളിലെ നിക്ഷേപകരുടെ പ്രധാന വിവരങ്ങൾ സർക്കാർ സജ്ജമാക്കിയ രേഖകളിലും ഇടപാടുകളിലും പരസ്യപ്പെടുത്തേണ്ടതുണ്ട്. എന്നാൽ പല സ്ഥാപനങ്ങളും ഇതിൽ വീഴ്ച വരുത്തിയതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് പുതിയ നിയന്ത്രണം. കുവൈറ്റിൽ 60 ദിവസത്തേക്ക് വാഹനങ്ങൾ പിടിച്ചെടുക്കുന്നതുൾപ്പെടെയുള്ള കർശന നിയമ നടപടികൾ നടപ്പിലാക്കുന്നതിനുള്ള തയ്യാറെടുപ്പുമായി ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ്. ട്രാഫിക് കൺട്രോൾ ക്യാമറകളിൽ പിടിക്കപ്പെടുന്ന ഡ്രൈവർമാരെ ആഭ്യന്തര മന്ത്രാലയം വിളിച്ചുവരുത്താൻ തുടങ്ങി. ട്രാഫിക് എൻഫോഴ്സ്മെന്റ് ശക്തിപ്പെടുത്തുന്നതിനും റോഡ് ഉപയോക്താക്കളെ അപകടത്തിലാക്കുന്ന അപകടകരമായ ഡ്രൈവിംഗ് പെരുമാറ്റങ്ങൾ കുറയ്ക്കുന്നതിനുമുള്ള വകുപ്പിന്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നീക്കം. ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ നിയമം കർശനമായി നടപ്പാക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. 2025 ഏപ്രിൽ 22 മുതൽ വേഗപരിധി കവിയുന്ന ഡ്രൈവർമാർക്ക് 1 മുതൽ 3 വർഷം വരെ തടവും 600 മുതൽ 1000 കുവൈറ്റി ദിനാർ വരെ പിഴയും ചുമത്തപ്പെടും. കൂടാതെ റോഡിന്റെ വേഗതാ പരിധിയും ഡ്രൈവറുടെ ലംഘനവും അനുസരിച്ച് 70 മുതൽ 180 ദിനാർ വരെ ആയിരിക്കും പിഴ ചുമത്തപ്പെടുക. കുവൈറ്റിൽ ദേശീയ ആഘോഷങ്ങൾക്കായി എല്ലാ ഗവർണറേറ്റുകളിലുമായി 23 നിശ്ചിത സുരക്ഷാ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കുമെന്ന് പൊതുസുരക്ഷാ വിഭാഗത്തിലെ ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ബ്രിഗേഡിയർ അൽ ഉസ്താദ്. 3 പ്രാഥമിക സുരക്ഷാ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് അൽ ഉസ്താദ് പറഞ്ഞു. ഗൾഫ് സ്ട്രീറ്റിനോട് ചേർന്നുള്ള സയന്റിഫിക് സെന്ററിന് എതിർവശത്ത് ബിനീത് അൽഗർ, ജുലൈയ എന്നിവിടങ്ങളിലാണിത്. റെസിഡൻഷ്യൽ ഏരിയകളിൽ സമഗ്രമായ സുരക്ഷാ കവറേജ് ഉറപ്പാക്കാൻ അധിക സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. മെഡിക്കൽ അത്യാഹിതങ്ങൾ നേരിടാൻ ചെക്ക് പോസ്റ്റുകൾ സജ്ജമാണെന്നും കുവൈറ്റ് ഫയർഫോഴ്സിലെയും കുവൈറ്റ് മുനിസിപ്പാലിറ്റിയിലെയും ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തുമെന്നും അൽ ഉസ്താദ് അറിയിച്ചു.
കുവൈറ്റിലെ ജസീറ എയർവേസ് ടെർമിനൽ 5-ൽ പുതിയ മെഡിക്കൽ ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു. ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ അവാദിയാണ് മെഡിക്കൽ ക്ലിനിക് ഉദ്ഘാടനം ചെയ്തത്. വിമാനത്താവളത്തിലെ എല്ലാ പ്രധാന പാസഞ്ചർ കെട്ടിടങ്ങളിലും യാത്രക്കാർക്ക് നൽകുന്ന മന്ത്രാലയത്തിന്റെ സേവനങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ ക്ലിനിക് ആരംഭിച്ചത്. ഈ ക്ലിനിക്കുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കും. കൂടാതെ യോഗ്യരായ മെഡിക്കൽ നഴ്സിംഗ് സ്റ്റാഫുകളുടെയും ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെയും പിന്തുണയോടെ അടിയന്തര സാഹചര്യങ്ങളിൽ സംയോജിത മെഡിക്കൽ സേവനങ്ങൾ നൽകുകയും ചെയ്യും. കുവൈറ്റിൽ രോഗങ്ങൾ പടരുന്നത് തടയുന്നതിനായി ചില സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന യാത്രക്കാർക്ക് ആവശ്യമായ മെഡിക്കൽ പരിശോധനയിലൂടെ പ്രതിരോധ നടപടികൾ നടപ്പിലാക്കുന്നതിൽ ഈ ക്ലിനിക്കുകൾ നിർണായക പങ്ക് വഹിക്കുകയും ചെയ്യും. ജിദ്ദ ആസ്ഥാനമായി ആരംഭിച്ച പുതിയ ബിസിനസ് നോളജ് ഷെയറിംഗ് പ്ലാറ്റ്ഫോമായ സിനർജിയുടെ നേതൃത്വത്തിൽ സൗദിയിലെ സംരംഭകർക്കായി ശില്പശാല സംഘടിപ്പിക്കുന്നു. ഫെബ്രുവരി 21 ജിദ്ദയിലും 22 റിയാദിലും നടക്കുന്ന ശില്പശാലയിൽ പ്രമുഖ ബിസിനസ് കോച്ച് കസാഖ് ബെഞ്ചാലി ക്ലാസുകൾക്ക് നേതൃത്വം നൽകും. സിനർജിയുടെ നേതൃത്വത്തിൽ സൗദിയിലെ സംരംഭകർക്കായി ഫെബ്രുവരി 21 ജിദ്ദയിലും 22 റിയാദിലും നടക്കുന്ന ശില്പശാലയിൽ പ്രമുഖ ബിസിനസ് കോച്ച് കസാഖ് ബെഞ്ചാലി ക്ലാസുകൾക്ക് നേതൃത്വം നൽകുമെന്ന് ഭാരവാഹികൾ ജിദ്ദയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കസാഖ് ബെഞ്ചാലിയാണ് നമ്മൾ ഈ പ്രോഗ്രാം ലീഡ് ചെയ്യുന്നത്. ഇപ്പോൾ സൗദി അറേബ്യയിൽ ഇപ്പോൾ 21 ഫെബ്രുവരി ഇവിടെ കറം ഹോട്ടലിൽ വെച്ചുകൊണ്ട് ഈ വരുന്ന വെള്ളിയാഴ്ച 22 സാറ്റർഡേ ഇവിടെ റിയാദിലും വെച്ച് നടക്കുന്നുണ്ട്. സൗദി അറേബ്യയുടെ വളർച്ചയ്ക്കും മാറിക്കൊണ്ടിരിക്കുന്ന നിയമങ്ങൾക്കും അനുസരിച്ച് ബിസിനസ്സിനെ എങ്ങനെ ക്രമീകരിക്കാമെന്നും ബിസിനസ്സിൽ എങ്ങനെ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്ത് പ്രവർത്തനക്ഷമത കൂട്ടാമെന്നുമാണ് ശില്പശാലയിൽ സംരംഭകരെ പരിശീലിപ്പിക്കുന്നത്. ഈ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ ആളുകൾക്ക് വേണ്ട അവർക്ക് ഗൈഡ് ലൈന്, അതുപോലെ തന്നെ സൊല്യൂഷൻസ്, അതുപോലെ തന്നെ പല ആളുകൾക്കും നിക്ഷേപകർക്ക് അവരുടെ ബിസിനസ് സംബന്ധമായി അവരുടെ മേഖലയിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ ഇതിനൊക്കെ ഒരു സിസ്റ്റമാറ്റിക് രീതിയിൽ എങ്ങനെ കൊണ്ടുപോകാം. സൗദിയിലെ മുൻനിര ബിസിനസ് കൺസൾട്ടൻസിയായ IIBS-ഉം ബെഞ്ചാലി അക്കാദമിയും ചേർന്നാണ് ജിദ്ദയിലും റിയാദിലും ബിസിനസ് ശില്പശാല സംഘടിപ്പിക്കുന്നത്. ഡോക്ടർ ഫിറോസ് ഉമർ ആര്യന്തൊടിക, ആബിദ ആര്യന്തൊടിക, നജ്മൽ കാരാട്ടുംതൊടി, നാഷിദ് സൽമാൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സുൽഫിഖറുദായ്, അമൃത ന്യൂസ്, ജിദ്ദ. ഡെലിവറി മേഖലയിലെ ജീവനക്കാരെയും കമ്പനികളെയും ആദരിക്കുന്നതിനായി ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയും ദുബായ് പോലീസും സംയുക്തമായി ഒരുക്കുന്ന ദുബായ് ഡെലിവറി എക്സലൻസ് അവാർഡിന് 2ാം പതിപ്പിനുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. ഫെബ്രുവരി 19 മുതൽ മെയ് 31 വരെയാണ് രജിസ്ട്രേഷനുള്ള സമയം. ഡെലിവറി മേഖലയിലെ നിലവാരവും സുരക്ഷയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. മികവ് തെളിയിച്ച 200 ഡ്രൈവർമാരെയും കമ്പനികളെയും സ്മാർട്ട് പ്ലാറ്റ്ഫോമുകളെയും അവാർഡിനായി തെരഞ്ഞെടുക്കും. റോഡ് സുരക്ഷ ഉറപ്പാക്കുക, ഗതാഗത നിയമങ്ങൾ പാലിക്കുക എന്നതും അവാർഡിനുള്ള മാനദണ്ഡമാണ്. UAE-യിലെ ഇന്ത്യൻ നയതന്ത്ര കാര്യാലയം പുനഃപരിശോധനാ ഹർജി നൽകിയതിനെ തുടർന്ന് അബുദാബിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന ഉത്തർപ്രദേശ് സ്വദേശിനിയുടെ ശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവെച്ചു. ഇന്ത്യൻ ദമ്പതികളുടെ കുട്ടി മരിച്ചതിനെ തുടർന്നുണ്ടായ കേസിലാണ് വീട്ടുജോലിക്കാരിയായിരുന്ന ഉത്തർപ്രദേശ് സ്വദേശിനി ഷെഹ്സാദിനെ അറസ്റ്റ് ചെയ്തത്. സൗദി അറേബ്യയുടെ മിലാഫ് കോള GCC രാജ്യങ്ങളിലും ഇന്ത്യയിലും വിതരണം ചെയ്യാനുള്ള കരാറിൽ ലുലു ഗ്രൂപ്പ് ഒപ്പുവെച്ചു. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി, അൽ മദീന ഹെറിറ്റേജ് CEO ബാന്ദർ അൽ ഹഖ്താനി എന്നിവർ ചേർന്ന് ദുബായിൽ നടക്കുന്ന ഗൾഫ് ഫുഡ് പ്രദർശനത്തിലെ ലുലു പവനിയിൽ വെച്ചാണ് ഇത് സംബന്ധിച്ച ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. ഇന്ത്യയിൽ നിന്നുള്ള കാർഷിക ഉൽപ്പന്നങ്ങളുടെയും ഭക്ഷ്യവസ്തുക്കളുടെയും വിപുലമായ വിതരണത്തിനായി നാഷണൽ അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുമായും ലുലു ഗ്രൂപ്പ് ധാരണയിലെത്തി. വിവിധ ഇടങ്ങളിലുള്ള ലുലു സ്റ്റോറുകൾ വഴി കൂടുതൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുകയും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ വിപണന സാധ്യത ഉറപ്പാക്കുകയുമാണ് ലക്ഷ്യമെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി പറഞ്ഞു. ലുലു ഗ്ലോബൽ ഓപ്പറേഷൻസ് ഡയറക്ടർ സലീം MA, നാഫഡ് MD ധൈരീഷൽ കംസെ എന്നിവരാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനത്തിൽ ഇടപെട്ട് ഹൂതി വിമത പ്രതിനിധിയുമായി ഇറാൻ ചർച്ച നടത്തി. ഹൂതി നേതാവ് അബ്ദുൽ സലാമുമായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയാണ് സംസാരിച്ചത്. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരുന്നു ഹൂതി വിമത പ്രതിനിധികളുമായുള്ള ഇറാന്റെ ചർച്ച. മറ്റു വാർത്തകളിലേക്ക് വന്നാൽ PSCയിൽ വാരിക്കോരിയുള്ള ശമ്പള പരിഷ്കരണത്തിന് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. PSC ചെയർമാനും അംഗങ്ങൾക്കും ജില്ലാ ജഡ്ജിയുടെ ശമ്പള സ്കെയിലിന് തുല്യമായ രീതിയിലാണ് പരിഷ്കരണം. സാമൂഹ്യക്ഷേമ പെൻഷൻ പോലും കുടിശ്ശിക വരുത്തി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സർക്കാർ കടന്നു പോകുമ്പോഴാണ് PSC അംഗങ്ങൾക്ക് ഭീമമായ ശമ്പള വർധനവ് നടപ്പാക്കുന്നത്.
സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുമ്പോഴാണ് PSC ചെയർമാൻ ഉൾപ്പെടെ അംഗങ്ങൾക്ക് വാരിക്കോരി ശമ്പള വർധനവിന് മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നത്. ജില്ലാ ജഡ്ജിമാരുടെ സെലക്ഷൻ ഗ്രേഡിന് തുല്യമായാണ് ശമ്പള വർധനവ്. നിലവിൽ ചെയർമാന് അടിസ്ഥാന ശമ്പളം 76,000 രൂപയാണ്. അലവൻസുകൾ ഉൾപ്പെടെ പ്രതിമാസം 2,26,000 രൂപ ലഭിക്കും. PSC അംഗങ്ങൾക്കാകട്ടെ അടിസ്ഥാന ശമ്പളം ഇപ്പോൾ കിട്ടുന്നത് 70,000 രൂപയാണ്. ഇത് അലവൻസ് ഉൾപ്പെടെ 2,23,000 രൂപ വരെ പ്രതിമാസം കിട്ടും. ഈ ശമ്പളമാണ് ഇപ്പോൾ വൻതോതിൽ വർദ്ധിപ്പിച്ച് പരിഷ്കരണത്തിന് അനുമതി നൽകിയിരിക്കുന്നത്. PSC ചെയർമാന് ജില്ലാ ജഡ്ജിയുടെ സൂപ്പർ ടൈം സ്കെയിലിലെ പരമാവധി തുകയ്ക്ക് തുല്യവും അംഗങ്ങൾക്ക് ജില്ലാ ജഡ്ജിമാരുടെ സെലക്ഷൻ ഗ്രേഡ് സ്കെയിലിലെ പരമാവധി തുകയ്ക്ക് തുല്യമായുമാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ പുതുക്കിയ ആനുകൂല്യങ്ങളും കിട്ടും. സമാനമായി പെൻഷനിലും വർധനവുണ്ടാകും. ശമ്പള വർധനവ് ആവശ്യപ്പെട്ട് നേരത്തെ തന്നെ ധനവകുപ്പിന് PSC കത്ത് നൽകിയപ്പോഴൊക്കെ എതിർപ്പിനെ തുടർന്ന് തീരുമാനം മാറ്റിവെക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലെ PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും നിലവിലെ സേവന വേതന വ്യവസ്ഥ ഉൾപ്പെടെ പരിഗണിച്ച ശേഷം തീരുമാനമെടുത്തുവെന്നാണ് സർക്കാർ നൽകുന്ന വിശദീകരണം. ഏറ്റവും കൂടുതൽ PSC അംഗങ്ങളുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. UPSCയിൽ പോലും 9 അംഗങ്ങളുള്ളപ്പോൾ കേരളത്തിൽ PSC അംഗങ്ങൾ 21 പേരാണ്. രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ നിയമനം നൽകുന്ന PSC അംഗത്വത്തെ ചൊല്ലിയും വാരിക്കോരി ശമ്പളവും പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും നൽകുന്നതിനെ ചൊല്ലിയും രൂക്ഷ വിമർശനവും തർക്കങ്ങളും തുടരുമ്പോഴാണ് അമ്പരപ്പിക്കുന്ന ശമ്പള വർധനവ് വീണ്ടും നടപ്പാക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളവും അലവൻസുകളും അനിയന്ത്രിതമായി വർദ്ധിപ്പിക്കാനുള്ള മന്ത്രിസഭായോഗത്തിന്റെ തീരുമാനം അംഗീകരിക്കാനാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇത് ജനങ്ങളോടുള്ള പരസ്യമായ വെല്ലുവിളിയാണ്. മുടങ്ങിക്കിടക്കുന്ന തുച്ഛവേതനത്തിന് വേണ്ടി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാർ 10 ദിവസമായി സമരം നടത്തുകയാണ്. ശമ്പളം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാതെ KSRTCയിലെ ജീവനക്കാരും വിരമിച്ചവരും നട്ടം തിരിയുകയാണ്. വയോധികരും വിധവകളും ഭിന്നശേഷിക്കാരും ഉൾപ്പെടെയുള്ളവർക്ക് പെൻഷൻ കുടിശ്ശികയുണ്ട്. ഖജനാവിൽ പണമില്ലാത്തതിൽ പ്രത്യേക പരിഗണന നൽകേണ്ട വിഭാഗങ്ങളുടെ പദ്ധതി വിഹിതം പോലും വെട്ടിക്കുറച്ച സർക്കാരാണ് രാഷ്ട്രീയ നിയമനത്തിലൂടെ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്നവർക്ക് വീണ്ടും ലക്ഷങ്ങൾ കൂട്ടിക്കൊടുത്തതെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. കേരളത്തിലെ സ്റ്റാർട്ടപ്പ് മേഖലയെ പുകഴ്ത്തിയ നിലപാടിൽ ഉറച്ച ശശി തരൂർ MP. ലഭിച്ച ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് ലേഖനം എഴുതിയതെന്നും വേറെ കണക്ക് കിട്ടിയാൽ മാറ്റാമെന്നും അദ്ദേഹം ഡൽഹിയിൽ പറഞ്ഞു. തരൂരിനെ പൂർണ്ണമായും തള്ളാതെയുള്ള നിലപാട് KPCC അധ്യക്ഷൻ K സുധാകരനും ആവർത്തിച്ചു. തരൂർ വലിയ ദ്രോഹമൊന്നും പറഞ്ഞിട്ടില്ലെന്നും ചിലർ വ്യാഖ്യാനിച്ചു വലുതാക്കിയതാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. തരൂരിനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കരുതെന്ന നിർദ്ദേശം ഹൈക്കമാൻഡും നൽകിയിട്ടുണ്ട്. ഹൈക്കമാൻഡ് നേതൃത്വത്തിൽ സജീവമായി അനുനയ നീക്കം നടക്കുമ്പോഴും കേരളത്തിലെ വികസന നയത്തെ സംബന്ധിച്ചുള്ള ലേഖനത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ശശി തരൂർ. തരൂർ തിരുത്തണമെന്ന് ഒരു വിഭാഗം നേതാക്കൾ വളരെ ശക്തമായി ആവശ്യപ്പെടുമ്പോൾ തനിക്ക് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ലേഖനം എഴുതിയതെന്നാണ് അദ്ദേഹം ആവർത്തിക്കുന്നത്. മാറ്റം വരുത്തണമെങ്കിൽ മറിച്ചുള്ള കണക്കുകൾ തരട്ടെ എന്നുള്ളതാണ് തരൂരിന്റെ വാദം. ഞാൻ ആ ഡേറ്റ സൈറ്റ് ചെയ്ത സോഴ്സസ് ഒക്കെ ആർട്ടിക്കിൾ ഉണ്ട്. ഇനി വേറെ സോഴ്സസിൽ വേറെ ഡേറ്റ ഉണ്ടെങ്കിൽ അത് കാണാൻ തയ്യാറാണ് ഞാൻ. നിങ്ങൾക്കറിയാം, ഞാൻ എല്ലാം ഒരു അടിസ്ഥാനത്തിലേ എഴുതുള്ളൂ. അപ്പൊ ഞാൻ സോഴ്സ് എഴുതിയിട്ടുണ്ട്, ഗ്ലോബൽ ഇക്കോസിസ്റ്റം റിപ്പോർട്ട്, മറ്റേത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്സ്. ഇനി വേറെ വല്ല മാറ്റം വന്നു കഴിഞ്ഞാൽ ഇത് രണ്ടും CPIMന്റെ അല്ലല്ലോ. ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ് സെൻട്രൽ ഗവൺമെന്റിനാണ്, ഗ്ലോബൽ ഇക്കോസിസ്റ്റം റിപ്പോർട്ട് അന്താരാഷ്ട്രീയ മേഖലയിലാണ്. അപ്പൊ ഈ രണ്ടുപേർക്കും വേറെ ഡേറ്റ കിട്ടിയാൽ ഞാൻ സുഖമായിട്ട് മാറ്റാം. രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയിൽ മറ്റാരും ഉണ്ടായിരുന്നില്ലെന്നും യാതൊരു പ്രശ്നവും ഇപ്പോൾ ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു. തരൂരിനെ പിന്തുണച്ചുള്ള നിലപാട് KPCC അധ്യക്ഷൻ ഇന്നും ആവർത്തിച്ചു. ഒരു വലിയ പരാതിയൊന്നും അങ്ങനെ അത്ര വലിയ കഷ്ടമൊന്നും പറഞ്ഞിട്ടില്ല പുള്ളി. അതിന് മാത്രമുള്ള ദ്രോഹമൊന്നും അതിൽ ചെയ്തിട്ടൊന്നുമില്ല. നേതാക്കളിൽ വ്യത്യസ്തമായ സ്വഭാവമുള്ള ആളുകളുണ്ടാവും. അതിനനുസരിച്ചിട്ട് അവർ റിയാക്ട് ചെയ്യും. ആ റിയാക്ട് ചെയ്യുന്നതൊന്നും ഒരു ഉള്ളിത്തട്ടിയല്ല എന്നാണ് എൻ്റെ വിശ്വാസം. പെശക് എന്ന് ഞാൻ പറയുന്നില്ല. അദ്ദേഹം അതിൻ്റെ അകത്ത് ഒരു അർദ്ധസത്യമുണ്ട് എന്നുള്ള മട്ടിലാണ് അദ്ദേഹത്തിന്റെ സംസാരം. അത് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. അതേസമയം തരൂരിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ടായിരുന്നു മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. ഒരു നല്ല വ്യവസായ അന്തരീക്ഷവും കേരളത്തിലില്ല. കേരളത്തിൽ ഉള്ള ഈ സർക്കാരിനെതിരായിട്ട് എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും ഒറ്റക്കെട്ടായി നടത്തുന്ന ഒരു പോരാട്ടമാണ്. അതിനോടൊപ്പം അദ്ദേഹം ഉണ്ടാകണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഏതായാലും തദ്ദേശ തെരഞ്ഞെടുപ്പെടുത്തിരിക്കെ വികസന വിഷയത്തിൽ നേതാക്കൾക്കിടയിലുള്ള ഭിന്നത രാഷ്ട്രീയ ആയുധമായി മാറ്റുകയാണ് ഇടതുപക്ഷം. സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിലേക്ക് തരൂരിനെ ക്ഷണിച്ചുകൊണ്ടുള്ള DYFയുടെ നീക്കം പോലും ഇതിന്റെയൊക്കെ ഭാഗമാണ്. അമൃത ന്യൂസ്, കോഴിക്കോട്. ശശി തരൂരിന്റെ പ്രസ്താവനയിലുള്ള അതൃപ്തി UDFിൽ ഉന്നയിക്കാൻ മുസ്ലിം ലീഗ്. വഖഫ് ഭേദഗതിക്കെതിരെ പ്രക്ഷോഭത്തിനിറങ്ങാനും മുസ്ലിം ലീഗ് തീരുമാനം. പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ അടുത്ത മാസം 7-ന് മുസ്ലിം സംഘടനകളുടെ യോഗം ചേരും.
ശശി തരൂരിന്റെ പ്രസ്താവനയിൽ ലീഗിൽ കടുത്ത അതൃപ്തി നിലനിൽക്കുകയാണ്. മലപ്പുറത്ത് ചേർന്ന സെക്രട്ടറി യോഗം വിഷയം ചർച്ച ചെയ്തു. അടുത്ത UDF യോഗത്തിൽ ലീഗ് വിഷയം ഉന്നയിക്കും. 27 UDF ഉണ്ട്. സ്വാഭാവികമായി ഉദയകക്ഷി ചർച്ചയും നടക്കും, UDF ആയിട്ടുള്ള ആലോചനകളും നടക്കും. ഇപ്പോൾ വന്നിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുകയും ചെയ്യും. വഖഫ് ബില്ലിനെതിരെ വേണ്ട രീതിയിൽ പ്രതികരിക്കാൻ ലീഗിന് കഴിഞ്ഞില്ലെന്ന അഭിപ്രായം സമുദായത്തിൽ ശക്തമായ സാഹചര്യത്തിൽ വിഷയത്തിൽ പ്രക്ഷോഭത്തിനിറങ്ങാനും പാർട്ടി തീരുമാനിച്ചു. മുനമ്പത്തെ വഖഫ് ഭൂമി വിഷയത്തിൽ ലീഗ് എടുത്ത നിലപാടിൽ പാർട്ടിയിൽ തന്നെ ഭിന്നാഭിപ്രായം ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് വഖഫ് ബില്ലിൽ തുടർ നടപടികൾ ആലോചിക്കാൻ സാമുദായിക സംഘടനകളുടെ യോഗം വിളിക്കാനുള്ള തീരുമാനം. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ മുസ്ലിം സൗഹൃദ വേദിയുടെ ബാനറിലാണ് യോഗം വിളിക്കുക. മാർച്ച് 7 കോഴിക്കോടാണ് യോഗം. കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ പാസ്സാക്കിയ പാർലമെൻറ്റിൽ വെച്ച ബില്ല് വളരെ ഇന്ത്യൻ ജനാധിപത്യത്തിനും അതുപോലെ തന്നെ ഓരോ വിഭാഗങ്ങൾക്കും അനുവദിച്ചു കൊടുത്തിട്ടുള്ള സ്വാതന്ത്ര്യത്തിനും മതസ്വാതന്ത്ര്യത്തിനും വളരെ എതിരാണ്. ഏകപക്ഷീയമായ രീതിയിലാണ് ഈ ബില്ലിൻ്റെ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരായി വളരെ ശക്തമായ പ്രക്ഷോഭം ഉണ്ടാവും. തീരങ്ങളിൽ നിന്നും മണൽ ഖനനം ചെയ്യുന്നതിന് അനുമതി നൽകിയതിനെതിരെയുള്ള സമരപരിപാടികൾക്ക് പിന്തുണ നൽകാനും നേതൃയോഗം തീരുമാനിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, മലപ്പുറം. സംസ്ഥാന സർക്കാരിന്റെ വ്യാവസായിക സംരംഭങ്ങളെ പ്രകീർത്തിച്ച ലേഖന വിവാദങ്ങൾക്കിടെ ശശി തരൂരിന് ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിലേക്ക് ക്ഷണം. ഡിവൈഎഫ്ഐ നേതാക്കൾ ഡൽഹിയിലെത്തിയാണ് നേരിട്ട് ക്ഷണിച്ചത്. പരിപാടിക്ക് എല്ലാ ആശംസകളും അറിയിച്ച തരൂർ ആ ദിവസം തനിക്ക് മറ്റു പരിപാടികളുള്ളതിനാൽ പങ്കെടുക്കാനാകില്ലെന്ന് അറിയിക്കുകയും ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ സ്റ്റാർട്ടപ്പുകളെയും വ്യാവസായിക പുരോഗതിയെയും പ്രകീർത്തിക്കുന്ന ശശി തരൂരിന്റെ ലേഖനം CPM ആഘോഷിക്കുമ്പോഴാണ് ഡിവൈഎഫ്ഐയും അതിന്റെ ഭാഗമാകുന്നത്. കോൺഗ്രസിനെ കടുത്ത പ്രതിരോധത്തിലാക്കി കേരളത്തിലെ വ്യാവസായിക വളർച്ചയെ പ്രശംസിക്കുന്ന തരൂരിനെ തന്നെയാണ് ഡിവൈഎഫ്ഐ തങ്ങളുടെ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിലേക്ക് പങ്കെടുക്കാൻ ക്ഷണിച്ചത്. മാർച്ച് 1-2 ദിവസങ്ങളിൽ തിരുവനന്തപുരത്താണ് ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന യൂത്ത് സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവൽ. ലേഖന വിവാദം കൊടുമ്പിരി കൊള്ളുമ്പോൾ കഴിഞ്ഞ ദിവസം തരൂർ ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഡൽഹിയിലെത്തി തന്നെയാണ് ഡിവൈഎഫ്ഐ നേതാക്കളും തരൂരിനെ തങ്ങളുടെ പരിപാടിയിലേക്ക് നേരിട്ട് ക്ഷണിച്ചത്. ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ അധ്യക്ഷൻ AA റഹീം MP, സംസ്ഥാന സെക്രട്ടറി VK സനോജ്, കേന്ദ്ര കമ്മിറ്റി അംഗം M ഷാജർ എന്നിവരാണ് തരൂരിനെ ക്ഷണിച്ചത്. എന്നാൽ ആ ദിവസങ്ങളിൽ സൂറത്തിൽ തനിക്ക് മറ്റു പരിപാടികളുള്ളതിനാൽ വരാനാകില്ല എന്ന് തരൂർ അറിയിക്കുകയും ഡിവൈഎഫ്ഐയുടെ പരിപാടിക്ക് ആശംസ നേരുകയും ചെയ്തു. തരൂരിനൊപ്പമുള്ള ചിത്രം ഡിവൈഎഫ്ഐ നേതൃത്വം സമൂഹ മാധ്യമങ്ങളിൽ ഇടുകയും ചെയ്തു. കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് ഡിവൈഎഫ്ഐയുടെ നീക്കമെങ്കിലും തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന പരിപാടിയായതിനാൽ സ്ഥലം MPയെ ക്ഷണിച്ചുവെന്ന വിശദീകരണമാണ് നേതാക്കൾ നൽകുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കരട് മദ്യനയത്തിൽ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായില്ല. ഡ്രൈഡേ ഉൾപ്പെടെ കരട് നയത്തിലെ വ്യവസ്ഥകളിൽ കൂടുതൽ ചർച്ച വേണമെന്ന് ഘടകകക്ഷി മന്ത്രിമാർ അഭിപ്രായപ്പെട്ടു. കരടിന് അംഗീകാരം നൽകുന്നത് മാറ്റിവെച്ചതോടെ സർക്കാരിന്റെ പുതിയ മദ്യനയം വൈകുമെന്ന കാര്യം ഉറപ്പായി. അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള സർക്കാരിന്റെ പുതിയ മദ്യനയത്തിന്റെ കരടിന് അംഗീകാരം നൽകുക മന്ത്രിസഭാ യോഗത്തിന്റെ പ്രധാന അജണ്ടയായിരുന്നുവെങ്കിലും തീരുമാനമെടുക്കാനായില്ല. ഓൺലൈനായി ചേർന്ന യോഗത്തിൽ എക്സൈസ് മന്ത്രി MB രാജേഷ് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചെങ്കിലും കൂടുതൽ ചർച്ച വേണമെന്ന് മന്ത്രിസഭയിൽ അഭിപ്രായമുയർന്നു. ടൂറിസം മേഖലയിലെ ഹോട്ടലുകൾക്ക് ഡ്രൈഡേ ഒഴിവാക്കിയുള്ള നിർദ്ദേശമാണ് കരട് നിയമത്തിൽ പ്രധാനപ്പെട്ടത്. ടൂറിസം മേഖലയുടെ വളർച്ചയ്ക്ക് 4 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് നിശ്ചിത തുക കെട്ടിവെച്ചാൽ 1-ാം തീയതി മദ്യം വിളമ്പാൻ അനുവാദം നൽകാമെന്നാണ് നിർദ്ദേശം. എന്നാൽ ഇതിൽ ഘടകകക്ഷി മന്ത്രിമാരടക്കം കൂടുതൽ വ്യക്തത വരുത്തണമെന്ന് ആവശ്യപ്പെട്ടു. കള്ളുഷാപ്പുകളുടെ ദൂരപരിധി സംബന്ധിച്ചും ചില സംശയങ്ങൾ മാറ്റേണ്ടതുണ്ട് എന്ന് മന്ത്രിസഭയിൽ അഭിപ്രായമുയർന്നു. പുതിയ കള്ളുഷാപ്പുകൾക്ക് ദൂരപരിധിയിൽ ഇളവ് വേണമെന്ന ആവശ്യത്തിലും കൂടുതൽ ചർച്ച നടത്തി വ്യക്തത വരുത്തണമെന്ന നിർദ്ദേശമുണ്ടായി. ഇതേ തുടർന്ന് കരടിന് അംഗീകാരം നൽകാനുള്ള തീരുമാനം നടപ്പാക്കാൻ മന്ത്രിസഭായോഗത്തിന് കഴിഞ്ഞില്ല. കരട് നിർദ്ദേശത്തിന് അനുമതി മാറ്റിവെച്ചതോടെ പുതിയ മദ്യനയം വൈകുമെന്ന് തന്നെയാണ് സൂചന. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഡൽഹിക്ക് വീണ്ടും വനിതാ മുഖ്യമന്ത്രി. മഹിളാ മോർച്ച ദേശീയ വൈസ് പ്രസിഡന്റ് രേഖ ഗുപ്ത മുഖ്യമന്ത്രിയാകും. പർവേഷ് വർമ്മ ഉപമുഖ്യമന്ത്രി. സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ. ദേശീയ നേതാക്കളുടെ സാന്നിധ്യത്തിൽ നിയമസഭാ കക്ഷി യോഗം ചേർന്നാണ് മുഖ്യമന്ത്രിയെ തീരുമാനിച്ചത്. രാജ്യതലസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാകുന്ന 4ാമത്തെ വനിതയാണ് രേഖ ഗുപ്ത. സുഷമ സ്വരാജ്, ഷീല ദീക്ഷിത്, അതിഷി എന്നിവർക്ക് ശേഷം വനിതാ മുഖ്യമന്ത്രിയായി രേഖ ഗുപ്ത സത്യപ്രതിജ്ഞ ചെയ്യും. ഷാലിമാർ ബാഗ് മണ്ഡലത്തിൽ നിന്ന് 29,595 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് രേഖ ഗുപ്ത വിജയിച്ചത്.
BJPയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗവും ഡൽഹി ഘടകത്തിന്റെ ജനറൽ സെക്രട്ടറിയുമാണ്. ഡൽഹി സർവകലാശാല വിദ്യാർത്ഥി യൂണിയന്റെ പ്രസിഡന്റായിരുന്നു. ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ കൗൺസിലറായും പ്രവർത്തിച്ചിട്ടുണ്ട്. രാംലീല മൈതാനത്താണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ. ഡൽഹി ഉപമുഖ്യമന്ത്രിയായി പർവേഷ് വർമ്മയെയും സ്പീക്കറായി വിജേന്ദർ ഗുപ്തയെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 12 ദിവസങ്ങൾക്ക് ശേഷമാണ് പുതിയ സർക്കാർ അധികാരമേൽക്കുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങ് BJPയുടെ ശക്തി പ്രകടനമാകും. പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കുമൊപ്പം NDA ഭരിക്കുന്ന 20 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുക്കും. 50 സിനിമാ താരങ്ങളടക്കം സെലിബ്രിറ്റികൾക്കും ചടങ്ങിന് ക്ഷണമുണ്ട്. മ്യൂസിക് ഷോ അടക്കമുള്ള പരിപാടികളും ഉണ്ടാകും. ഡൽഹിക്ക് പുറമെ ഫരീദാബാദിൽ നിന്നും ഗാസിയാബാദിൽ നിന്നും പ്രവർത്തകരുമെത്തും. 70-ൽ 48 സീറ്റും നേടിയാണ് 27 വർഷങ്ങൾക്ക് ശേഷം BJP ഡൽഹിയിൽ അധികാരത്തിലെത്തുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത TV. കുംഭമേളയുടെ ഭാഗമായി കേരളത്തിൽ നിന്നുള്ള ഗോത്രകലകൾ അഖില ഭാരതീയ വനവാസി കല്യാണാശ്രമമാണ് പരിപാടിക്ക് നേതൃത്വം നൽകിയത്. ചരിത്രത്തിലാദ്യമായാണ് കുംഭമേളയിൽ ഗോത്രകലകൾ അവതരിപ്പിക്കപ്പെടുന്നത്. കേരളത്തിൽ നിന്നുള്ള ഗോത്രകലകളായ മംഗലംകളി, കോൽക്കളി, മലപ്പുലയാട്ടം എന്നിവയ്ക്കാണ് അവസരം ലഭിച്ചത്. കാസർഗോഡ് ജില്ലയിലെ 3-ാം മൈൽ മുണ്ടോട്ടൂരിലെ മാവിലൻ സമുദായമാണ് മംഗലംകളി അവതരിപ്പിച്ചത്. കണ്ണൂരിലെ പാനൂർ നരിക്കോട്ടുമലയിലെ കുറിച്യ സമുദായത്തിൻ്റെതായിരുന്നു കോൽക്കളി. ഇടുക്കിയിലെ മറയൂരിലെ കുമ്മിട്ടാൻകുഴി ഊരിലെ ഗോത്രസമൂഹമാണ് മലപ്പുലയാട്ടം അവതരിപ്പിച്ചത്. +144 വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാകുംഭമേളയിൽ ഗോത്രകലകൾ അവതരിപ്പിക്കാൻ ലഭിച്ച സന്തോഷത്തിലാണ് ഇവർ. വനവാസി മേഖലയിൽ പ്രവർത്തിക്കുന്ന അഖില ഭാരതീയ വനവാസി കല്യാണാശ്രമമാണ് പരിപാടിക്ക് നേതൃത്വം നൽകിയത്. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ 756 ഗോത്ര സമുദായങ്ങളിലെ 150ഓളം ഗോത്രകലകൾ കുംഭമേളയുടെ ഭാഗമായി. അമൃത ന്യൂസ്, പ്രയാഗ്രാജ്. പെരുങ്കളിയാട്ടത്തിന് മുന്നോടിയായുള്ള നെൽകൃഷിയുടെ വിളവെടുപ്പ് നടത്തി കാസർഗോഡ് തൃക്കരിപ്പൂർ ശ്രീരാമവില്യം കഴകം. ആയിരങ്ങളുടെ സാന്നിധ്യത്തിൽ കൊയ്തെടുത്ത നെൽക്കറ്റകൾ ക്ഷേത്രസ്ഥാനികന്മാർ ഏറ്റുവാങ്ങി. മാർച്ച് 5-ന് തുടങ്ങുന്ന പെരുങ്കളിയാട്ട മഹോത്സവം 8 ദിവസം നീളും. തൃക്കരിപ്പൂർ വയലിൽ നടന്ന കൊയ്ത്തുത്സവം 25 വർഷങ്ങൾക്ക് ശേഷം രാമവില്യം കഴകത്തിൽ മാർച്ച് മാസത്തിൽ നടക്കാനിരിക്കുന്ന പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ആരവമുണർത്തി. കൊയ്തെടുക്കുന്ന നെല്ല് പെരുങ്കളിയാട്ട കലവറയിലെത്തിച്ച് ക്ഷേത്ര ചടങ്ങുകൾക്കും അന്നദാനത്തിനുമായി ഉപയോഗിക്കും. ഭക്തജന കൂട്ടായ്മയിൽ ജൈവകൃഷി സബ് കമ്മിറ്റി നവംബർ മാസത്തിൽ തുടങ്ങിയ നെൽകൃഷിയാണ് ആരവങ്ങളോടെ കൊയ്തെടുത്തത്. നാടൻ നെല്ലിനമായ ചിറ്റേനിയാണ് പെരുങ്കളിയാട്ടത്തിനായി വിളയിച്ചത്. പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രം അസോസിയേറ്റ് ഡയറക്ടർ ഡോക്ടർ ടി വനജ കൊയ്ത്തുത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇങ്ങനൊരു കളിയാട്ടം ജാതി മതത്തിന്റെ അല്ലാതെ എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കുന്ന തരത്തിൽ അതിൽ കൃഷിക്കൊരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നല്ല ആരോഗ്യത്തിന് നല്ല ഭക്ഷണം വേണം, അതിന് നല്ല കൃഷി വേണം, നല്ല എൻവയറമെൻറ്റ് വേണം, നല്ല മനുഷ്യ സമാധാനം വേണം. ഇതെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് വലിയ പ്രസംഗമില്ലാതെ പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കുന്ന ഒരു സംരംഭം. അതുകൊണ്ടാണ് ഇത് പ്രശംസനീയമാണ് എന്ന് പറയുന്നത്. നെല്ല് കൊയ്യാനും മെതിക്കാനുമായി കമ്പൈൻ ഹാർവെസ്റ്റ് മെഷീനും വയലിൽ എത്തിച്ചിട്ടുണ്ട്. നെൽകൃഷിക്ക് പുറമെ 10 ഹെക്ടറിലായി വിവിധ ഇനം പച്ചക്കറി കൃഷികളും ചെയ്തു വരുന്നു. മാർച്ച് 5 മുതൽ 8 ദിവസങ്ങളിലായി നടക്കുന്ന പെരുങ്കളിയാട്ടത്തിൽ 10 ലക്ഷത്തോളം പേർക്ക് അന്നദാനമൊരുക്കും. അമൃത ന്യൂസ്, കാസർഗോഡ്. മയക്കുവെടിയേറ്റ കൊമ്പനെ ആനിമൽ ആംബുലൻസിൽ കോടനാട് അഭയാരണ്യത്തിലെത്തിച്ചു. ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചികിത്സ നടത്തുന്നത്. ആനയുടെ മുറിവ് ഭേദമാകാൻ സമയമെടുക്കുമെന്ന് DFO വ്യക്തമാക്കി. ഇന്ന് രാവിലെ 7:15 ആനയെ മയക്കുവെടിവെച്ചത്. മയക്കുവെടിവെച്ച സമയത്ത് മുറിവേറ്റ ആനയുടെ കൂടെ ഉണ്ടായിരുന്ന കാട്ടുകൊമ്പൻ ഏഴാറ്റുമുഖം ഗണപതിയുടെ കരുതൽ കൗതുകമുണർത്തി. ഇന്ന് പുലർച്ചെ തന്നെ ആനയെ പിടികൂടാനുള്ള ദൗത്യം ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘം ആരംഭിച്ചിരുന്നു. പുലർച്ചെ തന്നെ ആനയെ ലൊക്കേറ്റ് ചെയ്തുവെങ്കിലും 7:15ഓടെയാണ് മയക്കുവെടിവെക്കാനായത്. ചെക്ക് പോസ്റ്റിന് സമീപത്ത് വെച്ച് തന്നെയാണ് ആനയെ മയക്കുവെടിവെച്ചത്.
അതേസമയം മയക്കുവെടിയേറ്റ ആനയുടെ കൂടെയുണ്ടായിരുന്ന കാട്ടുകൊമ്പൻ ഏഴാറ്റുമുഖം ഗണപതിയുടെ കരുതൽ കൗതുകമുണർത്തി. മയക്കുവെടിയേറ്റ ആനയെ ഗണപതി തന്റെ തുമ്പിക്കൈ കൊണ്ട് താങ്ങി നിർത്തി. വെടിയേറ്റ ആന വീഴുന്നതുവരെ താങ്ങായി ഏഴാറ്റുമുഖം ഗണപതി ആനയ്ക്കരികിൽ നിന്നു. മയക്കുവെടിയേറ്റ് 1 മണിക്കൂറിന് ശേഷമാണ് മുറിവേറ്റ ആന എഴുന്നേറ്റത്. തുടർന്ന് മണ്ണുമാന്തി യന്ത്രം എത്തിച്ച് വഴിയൊരുക്കി എലിഫന്റ് ആംബുലൻസ് പ്രദേശത്തെത്തിച്ചു. ശേഷം കുങ്കിയാനകളുടെ സഹായത്തോടെ ആനയെ ലോറിയിൽ കയറ്റി. ആനയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ഇപ്പോൾ പറയാനാകില്ലെന്നും വിശദമായ പരിശോധന ആവശ്യമാണെന്നും ഡോക്ടർ അരുൺ സക്കറിയ പറഞ്ഞു. കോടനാട് എത്തിച്ച ആനയ്ക്ക് തുടർ ചികിത്സ നൽകും. 1 മാസത്തോളമായി മസ്തകത്തിൽ മുറിവേറ്റ ആന അതിരപ്പള്ളിയിലുണ്ട്. ആദ്യം ആനയെ പിടികൂടിയെങ്കിലും കാര്യമായ ചികിത്സ നൽകാനായില്ല. എന്നാൽ ആനയുടെ സ്ഥിതി വീണ്ടും മോശമായതിനെ തുടർന്നാണ് തുടർ ചികിത്സ നൽകാൻ വനംവകുപ്പ് തീരുമാനിച്ചത്. അമൃത ന്യൂസ്, തൃശൂർ. കുവൈറ്റിലെ ബാഡ്മിന്റൺ ഫ്രണ്ട്സ് കൂട്ടായ്മയായ ടെർബോസ് ബാഡ്മിന്റൺ ക്ലബ്ബ് ഫെബ്രുവരി 20-21 തീയതികളിൽ ടെർബോസ് ഓപ്പൺ 2025 ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. 6 വിഭാഗങ്ങളിലായാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുക. ഫെബ്രുവരി 20-ന് രാപ്റ്റേഴ്സ് ബാഡ്മിന്റൺ ക്ലബ്ബ് ഫർവാനിയയിലും ഫെബ്രുവരി 21-ന് ഐസ്മാഷ് ബാഡ്മിന്റൺ അക്കാദമി അഹമ്മദിമിയയിലും മത്സരം നടക്കും. ഈ ടൂർണമെന്റിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 183 ഡബിൾസ് ടീമുകളും വനിതകളടക്കം 360-ൽ പരം കളിക്കാരും മാറ്റുരയ്ക്കുന്നുണ്ട്. 1200 കുവൈറ്റ് ദിനാർ സമ്മാന തുകയും ട്രോഫിയും വിജയികൾക്ക് ലഭിക്കും. വരും നാളുകളിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള GCC തലത്തിലുള്ള മത്സരങ്ങൾ സംഘടിപ്പിക്കുവാനും ടെർബോസ് ബാഡ്മിന്റൺ ക്ലബ്ബ് ആലോചിച്ചു വരികയാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പ്രസ് മീറ്റിൽ ടൂർണമെന്റിന്റെ ഔദ്യോഗിക ജേഴ്സിയും പ്രകാശനം ചെയ്തു. രഞ്ജി ട്രോഫി സെമി ഫൈനലിൽ കേരളത്തിനെതിരെ ഗുജറാത്ത് മികച്ച സ്കോറിലേക്ക് 3-ാം ദിവസം കളി നിർത്തുമ്പോൾ ഗുജറാത്ത് 1 വിക്കറ്റ് നഷ്ടത്തിൽ 222 റൺസ് എന്ന നിലയിലാണ്. സെഞ്ചുറിയുമായി പുറത്താകാതെ നിൽക്കുന്ന ഓപ്പണർ പ്രിയങ്ക് പഞ്ചലിന്റെ പ്രകടനമാണ് ഗുജറാത്തിന് കരുത്തായത്. 73 റൺസ് എടുത്ത ആര്യ ദേശായിയാണ് പുറത്തായത്. 117 റൺസുമായി പ്രിയങ്ക് പഞ്ചലും 30 റൺസുമായി മനൻ ഹിങ് രാജിയുമാണ് ക്രീസിലുള്ളത്. 7 വിക്കറ്റിന് 418 റൺസ് എന്ന നിലയിൽ ബാറ്റിംഗ് തുടങ്ങിയ കേരളത്തിന്റെ ആദ്യ ഇന്നിംഗ്സ് 457 റൺസിന് അവസാനിച്ചിരുന്നു. 177 റൺസുമായി മുഹമ്മദ് അസ്റുദ്ദീൻ പുറത്താകാതെ നിന്നു. 341 പന്തുകളിൽ നിന്ന് 20 ബൗണ്ടറികളും 1 സിക്സും അടങ്ങുന്നതായിരുന്നു അസ്റുദ്ദീന്റെ ഇന്നിംഗ്സ്. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും അമൃത ന്യൂസ് യൂട്യൂബ് സന്ദർശിക്കുക. നമസ്കാരം.